പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്ലാസ്സുകൾ അനേകർക്ക് അനുഗ്രഹമാകുന്നെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അനേകരെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, വിശദീകരണം ചോദിക്കുന്നുണ്ട്. അതിയായ സന്തോഷം അതിൽ. തീർച്ചയായിട്ടും എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ സംസാരിച്ച വിഷയങ്ങളിൽ നിന്ന് മറുപടി തരുന്നതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് ചോദിച്ചാൽ നമുക്കത് വിശദീകരിക്കാം തീർച്ചയായിട്ടും. ഓക്കെ, കർത്താന്റെ ദാസനെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടയാളങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അഹ്റോന്റെ സർപ്പമായ വടി മന്ത്രവാദികളുടെ സർപ്പമായ വടികളെ വിഴുങ്ങിയതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിനിടയിൽ ഈ താമ്ര സർപ്പത്തെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അത് വചനത്തിൽ എവിടെയാണെന്ന് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? തീർച്ചയായിട്ടും. അതൊരു നല്ല ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് കഥയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരമായിട്ട് നമുക്ക് വരത്തില്ല. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമ്മുടെ ലൈഫായിട്ട് നമ്മൾ പഠിക്കണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം ദൈവം മോശ മുഖാന്തരം വിടുവിച്ചു. ചെങ്കടൽ കടന്ന് അവർ യാത്ര ചെയ്യുന്നു. അവരൊരു ഡെസ്റ്റിനേഷനുണ്ട്, അവർക്കൊരു കനാൻ ദേശത്തേക്ക് അവർ യാത്ര പുറപ്പെടുക. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ ലോകത്തിൻ്റെ പിടിയിലായിരുന്ന അല്ലെങ്കിൽ ഫറവോൻ്റെ പിടിയിലായിരുന്ന നമ്മളെ ദൈവത്തിൻ്റെ വചനത്താൽ വിടുവിച്ചു. ഒക്കെ ചെങ്കടൽ സ്നാനത്തിനൊരു മുൻകുറി എന്ന് പറയുന്നു. അപ്പോൾ സ്നാനപ്പെട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം തുടങ്ങുക. അപ്പോൾ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫായിട്ട് ചേർത്ത് പഠിക്കുമ്പോൾ മാത്രമേ അത് ജീവനായിട്ട് മാറത്തുള്ളൂ. ഇത് കഥയായിട്ട് എഴുതി വെച്ചിരിക്കുന്നതല്ല. പുതിയ നിയമത്തിൽ അത് പറയുന്നുണ്ട്, നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് പറ്റിയ തെറ്റുകൾ നമുക്ക് പറ്റരുത്. എന്നാൽ അവർ യുദ്ധങ്ങൾ ജയിക്കുന്നത് എങ്ങനെയാണ്, അതെല്ലാം ഓരോ കാര്യങ്ങളും വചനത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരന്ന് ലിറ്ററലി ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല, അവർക്കൊരു കനാൻ ദേശത്തേക്ക് അവർ യാത്ര ചെയ്തതുപോലെ പുതിയ നിയമത്തിൽ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ അല്ല, നമുക്കുള്ളത് ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരുക എന്നുള്ളതാണ്. പരിജ്ഞാന പൂർത്തിയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ എന്നാൽ സിമിലറായിട്ട് നമ്മളിത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അവർ യാത്ര ചെയ്ത് പാളയമിറങ്ങുന്ന 7 മരുഭൂമികളുണ്ട്. അവരുടെ യാത്രയിൽ ഫേസ് ചെയ്ത 7 മഹാജാതികളുണ്ട്. ഇവരെല്ലാം കീഴടക്കിയാൽ മാത്രമേ ഇവർക്ക് ദേശം അവകാശമാക്കാൻ പറ്റത്തുള്ളൂ. ദേശത്ത് ഇവർക്ക് കടക്കാം, പക്ഷെ ദേശത്തെ അവകാശമാക്കണമെങ്കിൽ ഈ ജാതികളെ കീഴടക്കണം. അപ്പോൾ ഈ ജാതികളെല്ലാം ഞാൻ പല ക്ലാസ്സുകളിലത് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ ജാതികളെല്ലാം ആ പേരിലല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇന്നും ആ ജാതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതയാത്രയിൽ ഇവരെല്ലാം നമ്മൾ കീഴടക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഈ ദേശം, പുതിയ നിയമത്തിൽ നമ്മുടെ പുതിയ നിയമത്തിൽ ആലയം ഇത് നമ്മളെ കീഴടക്കി ഈ രാജ്യം ആ പിതാവ് ദൈവത്തിനെ ഏൽപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെ വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആത്മമനുഷ്യനാണ് ദൈവമായിട്ട് കണക്റ്റ് ആയത്. ഇല്ലെങ്കിൽ അവിടെയാണ് പുതുജനനം സംഭവിച്ചത്. പക്ഷേ നമ്മുടെ വീണ്ടും ജനനം സംഭവിക്കാത്ത നമുക്കൊരു പ്രാണനുണ്ട്, നമുക്കൊരു ദേഹമുണ്ട്. അപ്പോൾ അതിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാണൻ്റെ വീണ്ടെടുപ്പ് ഹോൾ ലൈഫ് ലോങ് ഉള്ള പ്രോസസ്സാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വചനം നമ്മൾ പഴയ നിയമം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ലൈഫായിട്ട് ചേർത്ത് പഠിക്കുമ്പോൾ അത് ലൈവായിട്ട് മാറും. ഇപ്പോൾ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അടയാളം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അഹരോൻ്റെ വടി, ഇല്ല സർപ്പമായി തീർന്ന അഹരോൻ്റെ വടി ലോകത്തിൻ്റെ ഇല്ലെങ്കിൽ മന്ത്രവാദികളുടെയും ക്ഷുദ്രക്കാരുടെയും വടിയും സർപ്പമായി തീർന്നു. അവരുടെ സർപ്പങ്ങളെ മുഴുവൻ വിഴുങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ലോകത്തിൻ്റെ പാപങ്ങളെ, സർവ്വജനത്തിൻ്റെയും പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പിക്ചറാണ് അതവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് തുടക്കം തന്നെ, ഇല്ലെങ്കിൽ അവരെ വിടുവിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യമായിട്ട് ചെയ്ത ഒരു അടയാളമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാനതിങ്ങനെ മെൻഷൻ ചെയ്തത്, താമ്ര സർപ്പത്തിൻ്റെ ഒരു കാര്യം. അപ്പോൾ അവർ യാത്ര പുറപ്പെട്ടു. ഈ ആദ്യത്തെ അടയാളം അവർ വിടുവിക്കുന്നതിന് മുൻപ് ഈ മിസ്രൈമിൽ വെച്ച് നടന്നു. ഇതിപ്പോൾ അവർ ചെങ്കടൽ കടന്നു. യാത്ര മധ്യേ ഇവർ ദൈവത്തിനും ഇല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അഹരോനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവം അവരുടെ ഇടയിൽ ഓരോ ബാധകൾ അയക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പ് വരുന്നു. ദൈവത്തിനെതിരായിട്ട് നമ്മൾ പിറുപിറുക്കുന്നു. ലിറ്ററലി നമ്മളങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ വാക്കുകളാൽ നമ്മൾ ദൈവത്തിനെതിരായിട്ട് മത്സരിക്കുന്നുണ്ട്, പിറുപിറുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് സഭയിൽ തന്നിരിക്കുന്ന നമ്മുടെ ലീഡർഷിപ്പിനെതിരായിട്ട് നമ്മൾ പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പഴയ നിയമത്തിൽ പാമ്പിനെ അയച്ചെന്ന് പറയുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെ പാമ്പിനെയല്ല നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നത്. അതിൻ്റെതായിരിക്കുന്ന കോൺസിക്വൻസസ് ഉണ്ട് അല്ലേ. പലപ്പോഴും ദൈവം സഭയിലാക്കിയിരിക്കുന്ന ലീഡർഷിപ്പിന് കീഴടങ്ങുക എന്നുള്ളതാണ് അവിടെ നമ്മുടെ വിശ്വാസികളായിരിക്കുന്ന നമ്മളുടെ ജോലി. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ജസ്റ്റ് ലീവ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ പറഞ്ഞത് രമ്യതപ്പെടാൻ നോക്കുക, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, ഇനി അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണ് ദൈവം അഗ്നിസർപ്പങ്ങളെ ഇവരുടെ ഇടയിൽ അയക്കുന്നത്. നമുക്ക് ആ ഭാഗം ഞാനൊന്ന് കോൺടെക്സ്റ്റൊന്നും മെൻഷൻ ചെയ്തില്ലായിരുന്നു. നമുക്കത് വേണേൽ വായിക്കാം. സംഖ്യാപുസ്തകത്തിൽ ആ വാക്യമുള്ളത്. സംഖ്യാപുസ്തകം നമ്പേഴ്സ് 21 4 മുതൽ 9 വരെ വായിച്ചാൽ നമുക്ക് ആ ഭാഗങ്ങളൊന്ന് കാണാൻ സാധിക്കും. സംഖ്യാപുസ്തകം 21 അധ്യായത്തിൻ്റെ 4 വാക്യം മുതൽ 9 വാക്യം വരെ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മതി. ഞാൻ അപ്പോൾ ഈ കാര്യങ്ങൾ ഞാനൊന്ന് റഫായിട്ട് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവർ ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോവാൻ ഹോർ പർവ്വതങ്ങളിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ദ സോൾ ഈസ് ഷ്രെലം അല്ലേ. അപ്പോൾ അവരുടെ വീണ്ടെടുപ്പ് ഇല്ലെങ്കിൽ സ്നാനത്തിലൂടെ അവർ ദൈവമായിട്ട് ചേർന്ന് കണക്റ്റഡായി. പക്ഷേ അവരുടെ വഴി യാത്രയിൽ മനസ്സാണ് ക്ഷീണിക്കുന്നത്. നമ്മുടെ ലൈഫിൽ അങ്ങനെ തന്നെയല്ല. നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ മനസ്സാണ് പലപ്പോഴും തളർന്നു പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്. പക്ഷേ ആ ജനം ഇല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ചെയ്തത്, ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. മരുഭൂമിയിൽ മരിക്കേണ്ടത് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. അപ്പോൾ സാരമില്ലാത്ത ആഹാരം എന്ന് അവർ മെൻഷൻ ചെയ്ത് എന്തിനാ? ദൈവം കൊടുത്ത മന്ന അല്ലേ. പലപ്പോഴും അത് തന്നെ പറയുന്നത്, ഈ പ്രാർത്ഥന ഉപവാസം ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ഈ സാരമില്ലാത്ത ആഹാരം അതാണ് അവരുടെ ജീവൻ്റെ സസ്റ്റനേഷൻ, ഇല്ലെങ്കിൽ അവരുടെ ജീവന് വേണ്ടിയുള്ളതാണെന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു. പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ. നമ്മൾ പലപ്പോഴും നോക്കുമ്പോഴേക്കും മറ്റുള്ളവർക്ക് അതുണ്ട്, ഇവർക്ക് ഇതുണ്ട്, പക്ഷേ എനിക്ക് ഈ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത കാണുന്നത്. പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ബ്ലെസ്സിങ്സ്, നമുക്ക് അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളങ്ങനെ പെറുപെറുക്കുന്നത്. അപ്പോൾ ഇവരവിടെ പെറുപെറുത്തു. അപ്പോൾ അടുത്ത വാക്യം, യഹോവ ജനത്തിനിടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്കത് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്, ഇത് പാപമാണ് എന്നറിഞ്ഞിട്ട് പോലും അവർ പെറുപെറുത്തു. ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. അപ്പോൾ എന്നിട്ട് അവരൊന്ന് പറയാ, നീ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് മോശയോടൊന്നവർ പറയുന്നത്? മോശയാണ് അവർക്ക് മധ്യസ്ഥനായിട്ട്, മോശ മുഖാന്തരമാണ് ന്യായപ്രമാണം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോശയാണ് അവർക്ക് മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മളങ്ങനെ ഒരു മധ്യസ്ഥൻ നമുക്കുണ്ടോ? കർത്താവ് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു മധ്യസ്ഥൻ്റെ മുഖാന്തരം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അതെങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ദൈവത്തോട് നേരിട്ട് സ്വർഗ്ഗസ്നേഹങ്ങൾ പിതാവേ എന്ന് നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. അടുത്ത വാക്യങ്ങൾ വായിച്ചാട്ടെ.
യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, ഉം. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. ഉം. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു, സർപ്പം കാണിക്കുന്നത് നമ്മുടെ പാപത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ പിടിയിലായിപ്പോയ മനുഷ്യൻ, അല്ലെങ്കിൽ സർപ്പം ആരെങ്കിലും കടിച്ചാൽ, അല്ലെങ്കിൽ പാപത്തിൽ പിടിയിലായിപ്പോയ മനുഷ്യൻ ഈ താമ്ര സർപ്പത്തെ നോക്കിയാൽ, ഇപ്പോൾ യഹോവ ദൈവം മോശയോട് പറയുന്നത് എന്താ? ഒരു കൊടിമരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തൊരു താമ്ര സർപ്പത്തെ ഉയർത്തുക. ഉയർത്തുമ്പോൾ ഈ പാമ്പിൻ്റെ കടിയേറ്റ, സർപ്പത്തിൻ്റെ കടിയേറ്റ, അല്ലെങ്കിൽ പാപത്തിൽ വീണുപോയ ഏത് മനുഷ്യനും ഈ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടത് നമുക്ക് വേണ്ടി പാപം ആക്കി. യേശുക്രിസ്തു പാപമൊന്നും ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഒരു പിക്ചർ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് കാണിച്ചു തരിക ചെയ്തത്. ആ പാപം അറിയാത്ത മനുഷ്യനെ, നമ്മുടെ പാപം യേശുക്രിസ്തുവിൻ്റെ തലയിൽ ചുമത്തി യേശുവിനെ ക്രൂശിൽ മരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് നടക്കാൻ പോകുന്ന സംഭവമേ ഉള്ളൂ. അനേകായിരം വർഷങ്ങൾക്ക് ശേഷം നടക്കേണ്ട കാര്യം അതിനു മുൻപ് തന്നെ ഒരു അടയാളമായിട്ട് യഹോവ ദൈവം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു പിക്ചർ അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞായിരുന്നു, താമ്രം എപ്പോഴും ജഡ്ജ്മെന്റിനെ കാണിക്കുന്നത്. അപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണം എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാപത്തിന്റെ ശിക്ഷയാണ് മരണം. അതുകൊണ്ട് പാപത്തിലൂടെയാണ് മരണം ലോകത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ ആ ജഡ്ജ്മെന്റ്, നമുക്ക് കിട്ടേണ്ട ജഡ്ജ്മെന്റ്, നമ്മളെല്ലാവരും പാപികളായിട്ട് ജനിക്കുന്നത് ഭൂമിയിൽ. നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞിട്ടല്ല പാപികളായിട്ട് മാറുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പാപികളായിട്ടാണ് ജനിക്കുന്നത്. എങ്ങനെ? ആദം പാപം ചെയ്തതുകൊണ്ട് അത് നമ്മുടെ രക്തത്തിലുണ്ട്. ഞാൻ ഇടയ്ക്കത് ഇങ്ങനെ പറഞ്ഞാൽ, നമ്മളെ ആരും അസൂയ പഠിപ്പിക്കാനോ കോപം പഠിപ്പിക്കാനോ പക പഠിപ്പിക്കാനോ ദേഷ്യം പഠിക്കുവാനോ ആരും സ്കൂളിൽ പോയിട്ടില്ല. ആരും നമ്മളത് പഠിപ്പിച്ചിട്ടില്ല. അത് നമ്മളെ ബ്ലഡിലുണ്ട്. അസൂയ എന്നുള്ളൊരു കാര്യം, പകം, വിദ്വേഷം, ഇതെല്ലാം നമ്മുടെ ബ്ലഡിലുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ അകത്തുണ്ട്. കാരണം 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ 2-3 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെ കളിക്കാൻ ഇരുത്തിയിട്ട് ഒരു മുമ്പിൽ ഒരു ടോയ് ഇട്ട് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം ഇട്ട് കൊടുത്താൽ അവരതിനു വേണ്ടി വഴക്ക് കൂടുന്നില്ലേ? എൻ്റെ എന്ന് പറഞ്ഞിട്ട് മൈൻ അല്ലേ? ആ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഏതെങ്കിലും പാരൻസ് അവരെ പഠിപ്പിച്ചതാണോ? ആരും പഠിപ്പിച്ചതല്ല. അല്ലാതെ തന്നെ ഒരു ബ്ലഡിലുണ്ട്. അപ്പോൾ എല്ലാ പാപത്തിൻ്റെ വശങ്ങളും മനുഷ്യൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഈ കാരണം നമ്മൾ പാപത്തിലാണ് നമ്മൾ ജനിച്ചത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നൊക്കെ ദാവീദ് പറയുന്ന പോലെ. അപ്പോൾ ഈ പാപത്തിൻ്റെ കടിയേറ്റ മാനവരാശി ഈ ക്രൂശിലെ ക്രിസ്തുവിനെ നോക്കുമ്പോൾ, എനിക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായിട്ട് മരിച്ച കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുമ്പോഴേക്കും ജീവിക്കും. അതവിടെ എഴുതിയേക്കുന്നത്. താമ്ര സർപ്പത്തെ ഉയർത്തുക. അപ്പോൾ ദൈവത്തിൻ്റെ ജഡ്ജ്മെന്റ്, പാപത്തിൻ്റെ ശമ്പളം മരണം, ആ ജഡ്ജ്മെന്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേലെ ചുമത്തി പിതാവായ ദൈവം നമുക്ക് വേണ്ടി. അപ്പോൾ ആര് ആ ജഡ്ജ്മെന്റിൽ എനിക്ക് വേണ്ടി അത് മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ് അത് രക്ഷയായിട്ട് തീരുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഈ പാപത്തിന് പരിഹാരമാകുന്നില്ല. ഏത് മതങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് അനേക കാര്യങ്ങൾ ചെയ്യുന്ന പല ട്രഡീഷൻസ് നമുക്ക് കാണാം. എല്ലാ മതത്തിലും ഉണ്ട്. എന്നാൽ ഒരു പ്രക്രിയയും, നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയയും, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും, നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരം ഒരിക്കലും ആകുന്നില്ല. പാപത്തിന് പരിഹാരമായിട്ട് കാൽവരിയിൽ നാം ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മരിച്ചു. അപ്പോൾ നമുക്കതിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2000 വർഷമേ ഉള്ളൂ. ഇതൊരു 4000-5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ദൈവം അത് ഓൾറെഡി ഒരു പിക്ചർ അവിടെ കൊടുക്കുക. ഇസ്രായേൽ മക്കളുടെ യാത്രയിലൂടെ അത് കാണിക്കുക. അല്ല, നീ ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അപ്പോൾ അതാണ് ആ താമ്രസർപ്പത്തിൻ്റെ വിഷയം. ജഡ്ജ്മെന്റിനെ കാണിച്ചു. എന്നാൽ സംഖ്യാപുസ്തകം, പഴയ നിയമങ്ങളെല്ലാം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് പറയുവാനുമുണ്ട്.
ഈ 21 അധ്യായം തന്നെ പഴയ നിയമത്തിലെ പുതിയ നിയമമാണ്. എല്ലാ ഭാഗത്തും അത് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ പഴയ നിയമത്തിലെ പുതിയ നിയമം കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. കാരണം ഈ പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ, ഇല്ലെങ്കിൽ ആദം പാപം ചെയ്തതിന് ശേഷം 3-ാം അധ്യായത്തിൽ തന്നെ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് പാമ്പിനോട് പറയുന്നുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് അതിലൂടെ കാണുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ സംഖ്യാപുസ്തകം നമ്മൾ 21-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 20-ാം അധ്യായം പഠിക്കുമ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. അഹരോനും മിര്യാമും മരിക്കുന്നുണ്ട്. പിന്നെ ഇവരെത്തിയിരിക്കുന്ന പർവ്വതം, ഞാൻ പറഞ്ഞു 7 പർവ്വതമല്ല, മരുഭൂമി. 7 മരുഭൂമിയിൽ ഇവർ എത്തുന്നുണ്ട്. അപ്പോൾ 7 മരുഭൂമിക്കും അനേക സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സുകളിലെല്ലാം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതാണ് ആ താമ്ര സർപ്പത്തിൻ്റെ വിഷയം. അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസും അവരുടെ യാത്രയുടെ ഇമ്പോർട്ടൻസും ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം. അപ്പോൾ ഈ ചോദിച്ച ചോദ്യം മനസ്സിലാന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. താമ്ര സർപ്പത്തെ ഉയർത്തുന്നു. ആരെങ്കിലും പാമ്പ് കടിയേറ്റ ഈ സർപ്പത്തെ നോക്കിയാൽ അവർ ജീവിക്കും, അല്ലേ? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എൻ്റെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് രക്ഷ കൈവരുന്നത്. പിന്നെ അവിടുന്ന് അത് എൻ്റല്ല, അവിടുന്ന് യാത്ര തുടങ്ങുന്നതേ ഉള്ളൂ, അല്ലേ? ഇവർ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല, ഇവർ യാത്ര തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ അങ്ങനെ അത് ആപ്ലിക്കബിൾ ആക്കുന്നത്. ഓക്കെ, നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ച കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് മരിച്ചാലും ജീവിക്കും. ആമേൻ. അതാണ് ആ ഒരു മെസ്സേജ്. അതാണ് ആ ഭാഗം. കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, ഈ റെഫറൻസും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ്. താങ്ക് യു.